എല്ലാവർക്കും MEL&MEL കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോഴേ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പ്ലം കേക്കാണ്. അപ്പോൾ പ്ലം കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 1.5-2 മാസം മുമ്പേ തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെയാണ് സോക്ക് ചെയ്ത് വെക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉപയോഗിച്ചാണ് ഇത് സോക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതിനു വേണ്ടി ഞാനൊരു 500 ഗ്രാം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് സീഡ്ലെസ് ഡേറ്റ്സ് ആണ്. പിന്നെ അതായത് കണ്ടോ, ഇതുപോലെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ റേസിൻസ് ആണ്. നമ്മുടെ കറുത്ത ഉണക്കമുന്തിരിയില്ലേ, അത് ഞാനൊരു 250 ഗ്രാം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് കളർ ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇതും ഒരു 250 ഗ്രാം ഉണ്ട് കേട്ടോ. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളർ റേസിൻസ് ആണ്. നമ്മുടെ ഗോൾഡൻ കളർ ഉണക്കമുന്തിരിയില്ലേ, അതും ഒരു 250 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീൻ കളർ ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇതും ഒരു 250 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് കാഷ്യൂ നട്ട്സ് ആണ്. ഇതും 250 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. ഇതാ കണ്ടോ, ഇത് ഞാൻ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അടുത്തെടുത്തിരിക്കുന്നത് ചെറിയാണ്. ഇത് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും 250 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഡാർക്ക് റമ്മാണ്. ഇതിന് പകരമായിട്ട് ബ്രാൻഡിയോ അല്ലെങ്കിൽ വൈനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പാത്രത്തിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിൽ റം ഒഴിച്ചു എന്ന് വെച്ച് ആൽക്കഹോൾ കണ്ടൻറ്റ് കേക്കിൽ ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത് ഏകദേശം 1 മണിക്കൂർ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തിട്ടാണ്. അപ്പോഴത്തേക്കും അതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അല്ലെങ്കിലും കേക്ക് കഴിച്ചിട്ട് പൂസായതായിട്ട് നമ്മൾ ആരും ഇന്ന് വരെയും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൽ റം ഒഴിച്ചു എന്ന് വെച്ച് ഒരു കുഴപ്പവുമില്ല. ഇനി ഒട്ടും പറ്റാത്തവർക്കാണെങ്കിൽ മുന്തിരി ജ്യൂസോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റണം. ഈ ഗ്ലാസ് ജാർ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്തതായിരിക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നിറയെ ഇട്ട് കൊടുക്കരുത്. അല്പം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. കാരണം ആൽക്കഹോളിൽ നമ്മൾ സോക്ക് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ വലുതാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മുന്നേ കണ്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡാർക്ക് റം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 750 ml റമ്മാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ഇങ്ങ് അടുക്കാറായി. അപ്പോൾ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഇപ്പോഴേ തന്നെ സോക്ക് ചെയ്ത് വെക്കുക. അധികം സമയമില്ല. ഓവൻ ഇല്ലാന്ന് വിചാരിച്ച് ആരും കേക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ മടി കാണിക്കേണ്ട. ഓവൻ ഇല്ലാതെയും നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോഴേ സോക്ക് ചെയ്ത് വെക്കുക. ഇനി ഇത് അടപ്പ് ഉപയോഗിച്ച് നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ബോട്ടിലെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി വീണ്ടും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 1 മാസമെങ്കിലും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനി കൂടുതൽ സമയമായാലും 1 വർഷമോ 2 വർഷമോ ഒക്കെ ആയാലും കുഴപ്പമില്ല. ഇതൊരിക്കലും ചീത്തയായിട്ടൊന്നും പോകത്തില്ല. ഇരിക്കും തോറും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.